മതിലുകൾക്കും വഴിയുണ്ടാകും. സേലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ പൊടി നിറഞ്ഞ വഴികൾ സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിക്ക് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. കൗമാരക്കാരനായ ഗോവിന്ദ പഴയ സൈനിക ബൂട്ടുകൾ ധരിച്ച് ആ വഴികളിലൂടെ നടന്നു നീങ്ങി. അവൻ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചുവന്ന മണ്ണിൽ പൊടിപടലങ്ങൾ ഉയർന്നു. ആ ബൂട്ടുകൾ അവനെപ്പോലെ ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, അവന്റെ ജീവിതം പോലെ. അവരുടെ തകർന്ന വീടിന്റെ വാതിൽക്കൽ നിന്ന് അവന്റെ അമ്മ അവനെ സങ്കടത്തോടെ നോക്കി നിന്നു. ഗോവിന്ദ, ഇന്നും നീ സ്കൂളിൽ പോയില്ലേ? കാറ്റിനോട് മത്സരിച്ച് അവൾ ചോദിച്ചു. അവളുടെ ശബ്ദം ദുർബലമായിരുന്നു. അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അമ്മേ, സ്കൂളിൽ പഠിപ്പിക്കുന്നത് വയറു നിറക്കില്ല, അവൻ മൂർച്ചയോടെ മറുപടി പറഞ്ഞു. ദാരിദ്ര്യമായിരുന്നു അവന്റെ ആദ്യത്തെ ഗുരു. വീട്ടിലെ വഴക്കുകൾ രണ്ടാമത്തെയും നാട്ടിലെ ചെറിയ കുറ്റവാളികളുടെ സംഘം മൂന്നാമത്തെയും. അവന്റെ മനസ്സിൽ ആഴത്തിലുള്ള പക നിറച്ചുകൊണ്ട് ഈ പാഠങ്ങളാണ് അവന്റെ ലോകം രൂപപ്പെടുത്തിയത്. 18 വയസ്സ് തികയുന്നതിനു മുമ്പേ റെയിൽവേ സ്റ്റേഷനുകൾ അവന്റെ വേട്ടയാടാനുള്ള സ്ഥലങ്ങളായി മാറി. ചെറിയ മോഷണങ്ങളിൽ തുടങ്ങി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി. താമസിയാതെ അവന്റെ പേര് പോലീസ് രേഖകളിൽ ഒരു പരിചിതമായ, എന്നാൽ ആർക്കും വേണ്ടാത്ത ഒന്നായി മാറി. പോലീസ് അവന്റെ കടുത്ത ശത്രുക്കളായി. ആളുകൾ ഭയത്തോടെ അവനെക്കുറിച്ച് അടക്കം പറയുമായിരുന്നു. അവനൊരിക്കലും നന്നാവില്ല, അവർ പറയും. അവന്റെ കണ്ണിൽ ഒരു ദയയുമില്ല. 2011 ഫെബ്രുവരി 1 ആ നിർഭാഗ്യകരമായ രാത്രിയെത്തി. ഒരു ട്രെയിൻ കൊച്ചിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് ഇരുട്ടിലൂടെ പാഞ്ഞുപോയി. ട്രെയിനിനുള്ളിൽ ഒരു യുവതി തന്റെ കുടുംബത്തെ കാണാൻ വീട്ടിലേക്ക് പോകുകയായിരുന്നു. പ്രതീക്ഷയോടെ അവളുടെ ഹൃദയം തുടിച്ചു. ഗോവിന്ദച്ചാമി കമ്പാർട്ട്മെന്റിലെ ഇരുണ്ട ഒരു മൂലയിലിരുന്നു. അവന്റെ നോട്ടം അവളിൽ പതിഞ്ഞു. ട്രെയിനിന്റെ ചലനത്തിൽ അവൻ ഒരവസരം കണ്ടു. ആക്രമണം പെട്ടെന്നുള്ളതും ക്രൂരവുമായിരുന്നു. അതിദാരുണമായ പീഡനത്തിനു ശേഷം അവൻ അവളെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അവൾ റെയിൽ പാളത്തിൽ വീണു. അവളുടെ ജീവിതം ഒരു നൂലിൽ എന്ന പോലെയായിരുന്നു. 6 ദിവസങ്ങൾക്ക് ശേഷം അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. വേട്ടയാടൽ തുടങ്ങി. അവൻ ആ ട്രെയിനിലുണ്ടായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. തെളിവുകൾ വ്യക്തമാണ്. അന്വേഷണം അവരെ സേലത്തേക്ക് നയിച്ചു. അവിടെ ഗോവിന്ദച്ചാമി ഒളിച്ചിരിക്കുകയാണെന്ന് അവർക്ക് വിവരം ലഭിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ പിടിയിലായി. മാധ്യമങ്ങൾ അവനെ കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചു. നീതിയുടെ ചക്രങ്ങൾ സാവധാനത്തിൽ ചലിച്ചു. 2011 നവംബറിൽ ഒരു ജഡ്ജി വിധി പ്രഖ്യാപിച്ചു: തൂക്കിലേറ്റാൻ. 2013 ഹൈക്കോടതി ഈ ശിക്ഷ ശരിവച്ചു. എന്നാൽ 2016 സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരു വഴിത്തിരിവുണ്ടായി. കൊലക്കുറ്റത്തിൽ നിന്ന് അവനെ ഒഴിവാക്കി. ബലാത്സംഗത്തിന് മാത്രം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും അവന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടിവന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഗോവിന്ദച്ചാമി ഒരു പുതിയ സാമ്രാജ്യം കണ്ടെത്തി. ചില ഉദ്യോഗസ്ഥരുമായി അവൻ സൗഹൃദം സ്ഥാപിച്ചു. പ്രത്യേക ഭക്ഷണം നേടിയെടുത്തു. നിയമങ്ങളെ വളച്ചൊടിക്കാൻ വഴികൾ കണ്ടെത്തി. അവൻ തന്റെ പുതിയ രാജ്യത്തിലെ രാജാവായി. അവൻ പലപ്പോഴും സഹതടവുകാരോട് പറയുമായിരുന്നു, മതിലുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനെ തടയാൻ കഴിയില്ല. 2025 ജൂലൈ 25 പുലർച്ചെ രാത്രി 1 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് പുറത്തേക്കുള്ള വഴി യാഥാർത്ഥ്യമായി. CCTV ക്യാമറകൾ ദുരൂഹമായി. ഓഫായി. ഇലക്ട്രിക് വേലി പ്രവർത്തനരഹിതമായി. ഗോവിന്ദച്ചാമി തന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു. ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് കയറുണ്ടാക്കി. മതിൽ കയറി രാത്രിയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞു. അവന്റെ കാൽപ്പാടുകൾ കാറ്റിൽ അലിഞ്ഞുപോയിരുന്നു. പ്രഭാതമായപ്പോൾ ജയിൽ ജീവനക്കാർക്ക് കാര്യം മനസ്സിലായി. 302 നമ്പർ സെൽ ഒഴിഞ്ഞുകിടക്കുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി. പോലീസും നായകളും ഡ്രോണുകളും അടങ്ങുന്ന സംഘം വീണ്ടും വേട്ടയാടൽ തുടങ്ങി. തലശ്ശേരിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പഴയ വീടിന്റെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്ന അവനെ അവർ കണ്ടെത്തി. അവനെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ ഇരട്ട സുരക്ഷയും പുതിയ ഇലക്ട്രിക് വേലിയും AI ക്യാമറകളുമുണ്ട്. എന്നിട്ടും അവനെ കൊണ്ടുപോകുമ്പോൾ അവന്റെ ചുണ്ടിൽ അതേ പുഞ്ചിരിയുണ്ടായിരുന്നു. ഒപ്പം അതേ വാക്കുകളും അവന്റെ മനസ്സിൽ മുഴങ്ങി: മതിലുകൾക്കും വഴിയുണ്ടാകും.